ഉണ്ണികൃഷ്ണൻ പോറ്റിനുണ്ടല്ലോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിനുണ്ടല്ലോ, ഈ ഉണ്ണികൃഷ്ണൻ തിരക്കൂട്ടല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിനുണ്ടോ? ഏത് വർഷം സ്വർണ്ണം കള്ളിയെ? ഏത് വർഷം സ്വർണ്ണം കട്ടെ? ഏത് വർഷമാണ് പോയത്? ഏത് വർഷം പറ, ഏത് വർഷം സ്വർണ്ണം കെട്ടത്? സ്വർണ്ണം കൊള്ളയല്ല, ഏത് വർഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി സ്വർണ്ണം കട്ടത്? സ്മൃതി വേണം പറ. ഏത് വർഷം? 19 ശേഷമാണോ? ആ 19 ശേഷമുള്ള അടൂർ പ്രകാശ് MP, അടൂർ പ്രകാശങ്ങളുടെ കൂടെ നിന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ. അപ്പൊ അതിന് കട്ടതിന് ശേഷമല്ലേ പൊട്ടത്? എപ്പോഴായിരിക്കും പൊട്ടത്? ഇന്നലെയായിരിക്കും കട്ട സമയത്ത്. നടക്കുമ്പോഴാണ് ഈ സ്വർണ്ണക്കൊള്ള നടന്നത്. നിങ്ങൾ ഇങ്ങനെ എത്ര കേരളത്തില് നടന്നു? ആ സ്വർണ്ണക്കൊള്ള നടത്തിയ ആളുമായിട്ട് നമുക്കൊന്ന് സോണിയാഗാന്ധി കണ്ടിട്ട് വരാം. എന്താണാവോ പറയാൻ സമ്മതിച്ചാൽ മതി, പറയാൻ സമ്മതിച്ചാൽ മതി. ഏതെങ്കിലും ഒരു സർക്കാർ ഭരിക്കുമ്പോഴല്ലേ ഏതെങ്കിലും കളവ് നടത്തിണ്ടാവുക? ഒരു മിനിറ്റ് പറഞ്ഞോണ്ടേ. അപ്പൊ ആ കട്ട സാധനം 2019 ഈ പറഞ്ഞ പാർലമെന്റ് ഇലക്ഷന് ശേഷം ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് സ്വർണം കട്ടു. ആ സ്വർണം കട്ട ശേഷം ഈ പറഞ്ഞ ജന്മത്തിലെ സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി ചരടി കെട്ടിക്കൊടുത്തു, ഗിഫ്റ്റ് കൊടുത്തു. ഈ സ്വർണം വാങ്ങിയ ഗോവർദ്ധനെയും കൂടെ കൂട്ടിപ്പോയി. എന്നിട്ട് അവിടെ ചെന്ന സമയത്ത് നോർമൽ സ്റ്റേജിലുണ്ടല്ലോ, ആ കള്ളനെ അറസ്റ്റ് ചെയ്താൽ അവിടെ കൊണ്ടുപോയി തെളിവെടുക്കണമായിരുന്നു. ആരെ വീട്ടില് ജന്മത്തിൽ കൊണ്ട് തെളിവെടുക്കണമായിരുന്നു. ആരാ ആവശ്യപ്പെടുന്നത്? അതാണ് സാധാരണ ജനങ്ങളുടെ ചോദ്യം. എന്തിനു പോയി കണ്ടു? സ്മൃതി മേഡോ കോൺഗ്രസ്സുകാരൊക്കെ പറയുന്നുണ്ടല്ലോ ചരട് കെട്ടാൻ പോയതാ. ഞങ്ങൾക്ക് വിശ്വാസം. സോണിയാഗാന്ധി ഇതുവരെ പറഞ്ഞില്ല കേട്ടോ, രാഹുൽ ഗാന്ധി പറയണം. പിണറായി വിജയനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി മറുപടി പറയണം. നിങ്ങൾ പിണറായി വിജയനോട് ചോദിക്കുന്നുണ്ടെങ്കിൽ സോണിയാഗാന്ധി മറുപടി പറയണം.